ശ്രീമതി മേരി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, സംസ്ഥാനം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോൾ ഇനി ബജറ്റ് അവതരണത്തിന് ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. സർക്കാർ ഈ വെല്ലുവിളി എങ്ങനെ മറികടക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് സത്യത്തില് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എത്രയും ആശങ്കാജനകമായ രീതിയിൽ, അതായത് കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര ഭീകരമായ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റിലാണ്. അത് മാത്രവുമല്ല, ക്ഷേമ പെൻഷനുകൾ 5 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു. നമുക്കറിയാം സമസ്ത മേഖലകളിലും ധനപ്രതിസന്ധിയുടെ അലയൊലികൾ നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്ന് ഓർത്തു നോക്കണം. ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33% താഴെയാണ് പദ്ധതി ചെലവഴിക്കൽ നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ഈ വർഷം നടന്നിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. ഇത് തന്നെയാണ് ഗവൺമെന്റ് വകുപ്പുകളുടെയും കാര്യം. പദ്ധതി ചെലവുകൾ 50% താഴെ എന്ന് പറയുന്നു. അത് തന്നെ ഊതി വീർപ്പിച്ച കണക്കാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ സമസ്ത മേഖലകളും കരിഞ്ഞുണങ്ങി കിടക്കുന്നു. അതായത് ഖജനാവ് മാത്രമല്ല കാലിയായി കിടക്കുന്നത്, സമസ്ത മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതെ കരിഞ്ഞുണങ്ങിയ ഒരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരു പുതിയ ബജറ്റുമായിട്ട് വരുമ്പോ, അതായത് ധനപ്രതിസന്ധി എന്ന് പറയുമ്പോൾ കടം അങ്ങേയറ്റത്താണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏറ്റവും കടമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരള സംസ്ഥാനം. അതായത് വെസ്റ്റ് ബംഗാള്, പിന്നെ അത് കഴിഞ്ഞ പഞ്ചാബ്, കേരളം, ഈ 3 സംസ്ഥാനങ്ങൾ. ഈ 3 സംസ്ഥാനങ്ങളിലും നിയമാനുസൃതമായിട്ട് എടുക്കാവുന്ന കടം അത് തന്നെ 35% മുകളിലാണ്. കേരളത്തെ സംബന്ധിച്ച പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത് ഈ പറയപ്പെട്ട സഞ്ചിത കടം 35% മുകളിൽ നിൽക്കുന്നു. 36.05% ആണ്. അങ്ങനെ നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഇതിന് ഉപരിയാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്തിരിക്കുന്ന കടം. അപ്പോൾ അതുകൊണ്ടാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ ധനപ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനം ഈ 28 സംസ്ഥാനങ്ങളിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ ബജറ്റുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ഒന്നാമത്, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ എന്ത് നടപ്പാക്കി? കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രോമിസസിൽ നികുതി പിരിവ് മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരു മേഖലയിലും വികസനം നടന്നിട്ടില്ല. അതായത് കൊച്ചി, കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി കേന്ദ്രം അനുവദിച്ചെങ്കിലും അതിനു വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലോ ഇടനാഴിയുടെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ചെയ്യുക ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് ക്യാപ്കോ എന്നൊരു വ്യവസായ പാർക്ക് പോലെ ഒന്ന് കൊണ്ടുവരുമെന്ന് പി രാജീവ് വ്യവസായ മന്ത്രി പ്രോമിസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരെണ്ണം ഇനോഗ്രേഷൻ നടത്തി ഈ കഴിഞ്ഞ ഓണത്തിന്. അത് മാത്രമാണ് നടത്തിയിരിക്കുന്നത്, ഇനോഗ്രേഷൻ മാത്രം. അതിനുശേഷം അതായത് അത് കാർഷിക വിഭവങ്ങളുടെ വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവിലൂടെ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കും, അങ്ങനെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോ ഈ പറയപ്പെട്ട ഇനോഗ്രേഷൻ ഓണത്തിന് നടന്നു എന്നത് ഒഴിച്ചാൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ പ്രോമിസസ് കാർഷിക മേഖലയ്ക്ക് എന്ത് പറ്റി? നമുക്കറിയാം. കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു, കർഷകർക്ക് നെല്ല് സംഭരണത്തിന്റെ വില നൽകിയിട്ടില്ല. അങ്ങനെ അത് കേരഫെഡ് തേങ്ങ പ്രൊക്യൂർ ചെയ്തിട്ടില്ല, സംഭരിച്ചിട്ട് പോലുമില്ല. അത് അങ്ങനെ കിടക്കുന്നു. റബ്ബർ കർഷകര് റബ്ബർ വെട്ടിമാറ്റുന്നു. അവർക്ക് 250 രൂപയാണ് ബജറ്റിൽ ഇടതുപക്ഷം പ്രോമിസ് ചെയ്ത തറവില. ഇതുപോലെ ഓരോ മേഖലയും കിടക്കുന്ന ഒരു സാഹചര്യത്തിലെ ബജറ്റിൽ പറഞ്ഞത് ഒന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ വീണ്ടും ഒരു 3ാമത്തെ ബജറ്റിന് വേണ്ടിയിട്ട് കാതോർക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ ബജറ്റിലൂടെ പറയും. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ അത്യാവശ്യമായിട്ട് പറയുന്നത്, ഒന്നാമത് നമുക്ക് കൃഷിയെ രക്ഷിക്കണം. ഒരു മന്ത്രി തന്നെ പറഞ്ഞല്ലോ, കൃഷി ഇല്ലെങ്കിലും സാരമില്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുമെന്ന്. മന്ത്രിയായിട്ട് പോക്കറ്റ് നിറയുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ സാധാരണക്കാർക്ക് അത് പറയാൻ പറ്റില്ല. സപ്ലൈകോ അരി പ്രൊക്യൂർ ചെയ്യാൻ നോക്കിയിട്ട് നമുക്കറിയാം കഴിഞ്ഞ ഓണ വിപണിയിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന്. അരിക്ക് വേണ്ടിയിട്ട്
ഇത് ഡീലെടുക്കാൻ ആളില്ലായിരുന്നു. കാരണം പഴയ കുടിശ്ശിക കിടക്കുന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങനെ നല്ല ഇപ്പൊ നമുക്കറിയാം 13 ഉൽപ്പന്നങ്ങൾ വില കയറ്റാതെ നോക്കുമെന്നാണ് പ്രോമിസ് ചെയ്തിരുന്നത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലും ബജറ്റിലും. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ സിവിൽ സപ്ലൈസ് തന്നെ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമസ്ത മേഖലകളിലും ഇതുപോലെ പ്രതിസന്ധി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബജറ്റിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് പാഴ് പ്രോമിസുകളുമായിട്ട് ഗവൺമെന്റ് മുൻപോട്ട് വരും. എന്നിട്ട് അവര് ഇലക്ഷൻ വരുന്ന വർഷമാണെന്ന് ഓർക്കണം. 24 ഇലക്ഷനാണ്. അത് കാരണം കൊണ്ട് ഇലക്ഷന് വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് സർക്കാർ മുൻപോട്ട് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ നമുക്ക് ബജറ്റിൽ ഒരുപാട് പ്രോമിസസ്. എന്താ കാരണം? കൂടുതൽ പ്രോമിസസ്. ഒരുപക്ഷെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ കണ്ടമാനം വർദ്ധിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യം അതില്ല, അത് ഉണ്ടാവില്ല. കേന്ദ്ര ബജറ്റിലും ഉണ്ടാവില്ല, സംസ്ഥാന ബജറ്റിലും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ രണ്ട് കൂട്ടരും ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സംസ്ഥാന ബജറ്റില് ഒരുപാട് പ്രഖ്യാപനങ്ങൾ വാരിക്കോരി എല്ലാം തരും 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 എന്നും പറഞ്ഞ് ഓരോ മേഖലയും എടുത്തു പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്തിന്? ഞങ്ങൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറയാൻ വേണ്ടി കൂടുതൽ MP-മാരെ പാർലമെന്റിലേക്ക് അയക്കാനുള്ള അവസരം ഉണ്ടാക്കി തരൂ എന്ന് പറയുന്നതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിർബന്ധം, അതായത് ഫ്രീ ബി, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നുകൊള്ളാം, നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊള്ളാം എന്ന് പറയുന്ന തരത്തില് എല്ലാ മേഖലയിലേക്കും കാണും. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള ഒരു ബജറ്റ് വേണം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്. പിന്നെ ഇനി വകുപ്പ് തിരിച്ച് എന്തൊക്കെ വേണമെന്ന് പറയണമെങ്കിൽ ഞാൻ പറയാം. അത് എന്നോട് താങ്കൾ ആവശ്യപ്പെടുക. സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീമതി മേരി ജോർജ്. വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്.